ശ്രീ ജോർജ് ജോസഫ്, നമ്മൾ പഴകി പറഞ്ഞ് പോയ ഒരു വാക്കാണ് ഈ പച്ച വെളിച്ചം എന്നുള്ളത്. ഈ പച്ച വെളിച്ചം എങ്ങനെയാണ് സംസ്ഥാന പോലീസ് സേനയിൽ പിടിമുറുക്കിയിരിക്കുന്നത് എന്നതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം ഇപ്പോൾ ശ്രീ PR ശിവശങ്കർ നൽകുകയുണ്ടായി. താങ്കളുടെ അനുഭവത്തിൽ, താങ്കൾ സർവീസിൽ ഉണ്ടായിരിക്കുന്ന സമയത്തും ഈ പച്ച വെളിച്ചം പോലീസ് സേനയിൽ വളരെ സജീവമാണ്. എങ്ങനെയാണ് ഈ പുതിയ റിപ്പോർട്ടിനെ, പുതിയ സംഭവവികാസങ്ങളെ അങ്ങ് കാണുന്നത്? ശ്രീ ജോർജ് ജോസഫ്. ഇത് വളരെ സീരിയസ് ആയ ഒരു മാറ്ററാണ്. അന്ന് മുതലേ നമുക്കത് അറിയാം. പക്ഷേ ഇപ്പൊ അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തോട്ട് വരുന്നത് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി അവർ നീങ്ങിയപ്പോൾ അതിശക്തമായിട്ട് NIA അതിനെ എതിർത്തു. അപ്പോഴാണ് നേരത്തെയൊക്കെ അന്തരീക്ഷത്തിൽ ഇരുന്ന ചില കാര്യങ്ങളുടെ കോൺക്രീറ്റ് ആയ എവിഡൻസ് കോടതിയിലെ NIA ഹാജരാക്കുന്നത്. കോടതിയിലെ NIA പറഞ്ഞു ഇവർക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല. ഇവർക്ക് 977 പേരുടെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അവര്. അത് കോടതിക്ക് അത് മനസ്സിലായി ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അവര് ഈ കേസിലൊരു പ്രതിയായിരുന്ന, ശ്രീനിവാസൻ വധക്കേസിലെ പ്രതിയായിരുന്ന ഒരാള്, അയാളുടെ പേഴ്സിനകത്ത് 5 പേരെ കൊല്ലാനുള്ള ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. അയാളെ അറസ്റ്റ് ചെയ്ത സമയത്ത് അയാളുടെ പേഴ്സിനകത്തായിരുന്നു ആ 5 പേര് ലിസ്റ്റ് ഇരുന്നത്. അത് കോടതിയിൽ ഇപ്പം വെളിപ്പെടുത്തി, കോടതിയിൽ അത് ഹാജരാക്കിയിരിക്കുന്നു. അപ്പൊ നമ്മള് ഇത് പല കാര്യങ്ങളും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചർച്ചയൊക്കെ ചാനലിൽ മറത്തുവാരെങ്കിലും യഥാർത്ഥത്തില് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രതികളായ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കണ്ടെടുത്ത വളരെ വൈറ്റലായ ആ എവിഡൻസ് ആണ് കോടതിയിൽ ബോധ്യപ്പെടുത്തിയത് ഇവർക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. കാരണം അതിനകത്ത് ഈ സിറാജുദ്ദീൻ എന്ന പ്രതിയെ അറസ്റ്റ് ചെയ്തപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് 240 പേരുടെ ലിസ്റ്റാണ് കിട്ടിയത്. അബ്ദുൾ മഹാബിന്റെ കയ്യിൽ നിന്നാണ് ഈ 5 പേര് ഇതിനകത്ത് വന്നത്. അപ്പൊ അതിനകത്ത് എറണാകുളത്തെ ആലുവയിലുള്ള ഒരു റിട്ടയർഡ് ജഡ്ജിന്റെ പേരൂടെ ഉണ്ട് ഈ ലിസ്റ്റില്. കാരണം കോടതി എന്ത് വിളിച്ചു, കോടതിയിലെ ഒരാളെ ശിക്ഷിക്കുന്നതും ജീവനും തടവിനും തൂക്കാൻ വിധിക്കാൻ ഈ എവിഡൻസിന്റെ അടിസ്ഥാനത്തിലാണ്. അത് കോടതിയിൽ ആ ആൾക്കാരെ അതിന് ലിസ്റ്റിൽപ്പെടുത്തുന്ന ഒരിക്കലും നമുക്ക് അതൊക്കെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക്? അങ്ങനെയൊക്കെയാണോ ചിന്തിക്കേണ്ടത്? കോടതി എന്ന് പറയുന്നത് വാദിക്കും പ്രതിക്കും അവിടെ പറയാനുള്ള അവസരവും ഈ 2 കൂട്ടരെയും കാര്യങ്ങൾ കോടതി ബോധ്യപ്പെടുത്തി അതിൽ നിന്നാണ് ഒരു തീരുമാനം എടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കോടതിയുടെ മുമ്പിലാണ് ഇപ്പോൾ NIA ഈ 240 പേരെ സിറാജുദ്ദീന്റെ കയ്യിൽ നിന്ന് കിട്ടി, അബ്ദുൾ വഹാബിന്റെ കയ്യിൽ നിന്ന് 5 പേരെ കിട്ടി, ആയുവിന്റെ കയ്യിൽ നിന്ന് 500 പേരുടെ ലിസ്റ്റ് കിട്ടി. എന്നിട്ട് അവരുടെ വീട്ടിലേക്കോ അവരുടെ കൈവശത്ത് ഇരുന്നതെന്നാണ് റിക്കവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുപോലെ മുഹമ്മദ് സാദിഖ് എന്ന് പറഞ്ഞ ആളുടെ 232 പേരുടെ ലിസ്റ്റാണ്. കേരളത്തിൽ കൊന്നൊടുക്കേണ്ട ഹിറ്റ് ലിസ്റ്റ് അങ്ങനെ 977 പേരുടെയാണ്. അപ്പൊ അത് തന്നെയല്ല, കേരളത്തിലെ നേരത്തെ ശ്രീ ശിവശങ്കരൻ പറഞ്ഞ പോലെ ആലുവയിലെ പെരിയാർ വാലി ക്യാമ്പസിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ ക്യാമ്പസ് ഉണ്ടായിരുന്നു. അവിടെ ആയുധ പരിശീലനമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അത് പിന്നെ NIA അത് തീവ്രവാദ സ്വത്തായിട്ട് ഇപ്പം അത് കണ്ടുകെട്ടിയിട്ടുണ്ട്. ഇനിയപ്പോ അത് പോപ്പുലർ ഫ്രണ്ടിന് അവകാശപ്പെടാൻ പറ്റും. തീവ്രവാദ സ്വത്തായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അത് തന്നെയല്ല, ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ഥാപകര് മലയാളികളാണ്. അത് നമ്മൾ ആലോചിച്ചോണം. എരപ്പുങ്കൽ അബൂബക്കർ മുസ്ലിയാരാണ് പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ സ്ഥാപിച്ചത്. അത് ദക്ഷിണേന്ത്യയിലാണ് കൂടുതൽ അത് വ്യാപിച്ചതും. കൂടുതലും അതിന്റെ നേതാക്കന്മാരെല്ലാം മലയാളികളാണ്. അതിനകത്ത് ചെയർമാൻ OMA സലാമുണ്ട്, ജനറൽ സെക്രട്ടറി അനീസ് അഹമ്മദ് ഉണ്ട്. അതുപോലെ തന്നെ വൈസ് ചെയർമാൻമാരായ 3 പേര് EM അബ്ദുൾ റഹ്മാന്, നസറുദ്ദീൻ ഇളവരം, അഷ്റഫ് മൗലവി. അവരൊക്കെ എല്ലാവരും മലയാളികളാണെന്ന് വിചാരിച്ചോണം. അത് തന്നെ ഇന്ത്യയിലെ പല സ്ഥലത്തും ഈ NIA പറയുമ്പോൾ നമുക്ക് വലിയ അതിശയോക്തി. പച്ചവെളിച്ചത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ തന്നെ അതുമായിട്ട് അങ്ങനെ പോലീസിൽ നിന്ന് വിവരങ്ങൾ ചോർത്തുന്ന ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഏതായാലും കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ പല മുസ്ലിമുകളും നമുക്കറിയാം. അവരൊക്കെ നമ്മുടെ രാജ്യത്തിനോട് ചേർന്ന് അവർ പോകുന്നവരാണ്. അവരുടെ വിദ്യാഭ്യാസമായാലും ശരി, അവരുടെ മഹല്ലുകളായാലും ശരി, അവരുടെ പള്ളികളാണെങ്കിലും ശരി, അങ്ങനെയാണ്. ഒരു ചെറിയ വിഭാഗം ആൾക്കാരാണ് രാജ്യദ്രോഹപരമായ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന മലയാളികളാണ്. അത് തന്നെയല്ല, 2047 ഇന്ത്യ 100 വർഷം തികയുന്ന സമയത്ത് ഇതൊരു ഇസ്ലാമിക് രാഷ്ട്രമാക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെ പ്രവർത്തനം.
അത് ഇതൊക്കെ ഇന്ത്യയിലെ മുസ്ലിംസും അംഗീകരിക്കത്തില്ല, മറ്റ് അന്യ ജാതിക്കാരും അംഗീകരിക്കാത്ത കാര്യങ്ങളൊക്കെ. ഇവരെ ആരാണ് ഇങ്ങനെ തിരിച്ചു വിടുന്നത് ഇന്ത്യയിൽ? അതൊന്നും ഇന്ത്യയിൽ വിലപ്പോകത്തില്ല. ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും ഇന്റഗ്രിറ്റിക്കും എതിരായിട്ട് സംസാരിക്കുന്നവർക്കെതിരായിട്ട് അതിശക്തമായ നടപടി ഏത് ഗവൺമെന്റ് വന്നാലും ശരി ഇന്ത്യയിൽ അത് ഉണ്ടാവും. അതൊക്കെ ചിന്തിക്കാതെ എടുത്തുചാടി ഇതുപോലെയുള്ള തീരുമാനങ്ങളും ആൾക്കാരെ കൊന്നൊടുക്കാനും, ശ്രീനിവാസന്റെ കൊലപാതകത്തിൽ ശ്രീനിവാസന് അവിടെ BJP-യിലെ ഒരു പ്രവർത്തകനാണ്, RSS പെട്ട, വളരെ വർഷങ്ങളായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നത്, ശാന്തനാണ്, ബിസിനസ്സുകാരനാണ്, നല്ല പ്രായമുള്ള ആളാണ്. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ആൾക്കാരെ വകവരുത്തുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊല്ലുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇതിന്റെ ലീഡർഷിപ്പിലുള്ളവർ തീർച്ചയായിട്ടും ഇതിനൊക്കെ പിന്മാറിയിട്ട്, പൊതുധാര മുസ്ലിംസ് ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിലെ ഏത് മത അതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. വളരെയധികം നന്ദി ശ്രീ ജോർജ് ജോസഫ് ഈ ഘട്ടത്തിൽ ജനം TV യോട് പ്രതികരിച്ചതിന്.